രാത്രി വളരെ വൈകിയാണ് ആകാശ് റോസ് വില്ലയിൽ തിരികെ എത്തിയത്. ഓർമ്മ അവനെ കാത്തിരിക്കുകയായിരുന്നു. പോകുന്നവർക്കിങ്ങനെ പോയാൽ മതി, വീട്ടിലിരിക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. എങ്ങോട്ടോ മുഖം തിരിച്ച് അവൻ കേൾക്കാൻ വേണ്ടി അവൾ പറഞ്ഞു. ഉറക്കമിളച്ച് കാത്തിരിക്കുവാൻ തമ്പുരാട്ടിയെ ആരും നിർബന്ധിച്ചില്ലല്ലോ. എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്ന് നേരത്തെ അറിഞ്ഞുകൂടായിരുന്നോ? അത്താഴം വിളമ്പി വെച്ചിട്ടുണ്ട്, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. സന്തോഷം. അവൾ കിടക്കറയിലേക്ക് പോയി, പിന്നാലെ അവനും. ലൈറ്റണച്ച് കിടന്നിട്ടും ആകാശിന് ഉറക്കം വന്നില്ല. ശങ്കറിനെ പിടികിട്ടാതെ യാതൊരു മനസ്സമാധാനവും കിട്ടില്ല. തങ്ങൾ ലോഡ്ജിലെത്തുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പാണ് പോലും അവൻ അവിടെ നിന്നും പോയത്. അവൻ തലതിരിച്ച് ഓർമ്മയെ നോക്കി. ഒന്നും അറിയാത്ത ഭാവത്തിൽ കിടന്നുറങ്ങുകയാണ് കഴിവറുടെ മോൾ. എന്നാലും പെണ്ണിൻ്റെ മനസ്സേ അവന് അമ്പരപ്പ് തോന്നി. വെളുപ്പിന് എപ്പോഴോ അവനൊന്ന് മയങ്ങി, അത്ര തന്നെ. രാവിലെ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ശബ്ദം കേട്ടാണ് അവൻ ഉണർന്നത്. രാവിലെ ആരെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ വിസിറ്റിംഗ് റൂമിന് പിന്നിലെത്തി. അപ്പോൾ നീല ജീൻസും അയഞ്ഞ ഷർട്ടും ധരിച്ച ആ ചെറുപ്പക്കാരൻ അകത്തേക്ക് വരികയായിരുന്നു. അവൻ്റെ മുഖം കണ്ടതും അറിയാതെ ഞെട്ടിപ്പോയി ആകാശ്. ആ നീണ്ട മുടിക്കാരൻ, ഇന്നലെ ഓർമ്മ പോയ സ്റ്റുഡിയോയിൽ നിന്നും ആദ്യം ഇറങ്ങിയവൻ, 2 തവണയും താനുമായി അടിയുണ്ടാക്കിയവൻ, ടോണി. ഇപ്പോൾ തന്നെ നേരിടാൻ തന്നെയായിരിക്കും അവൻ്റെ വരവ്. അതോ ഇന്നലെ സ്റ്റുഡിയോയിൽ ചെന്നത് താനാണെന്നറിഞ്ഞുകൊണ്ട് മാപ്പ് പറയാൻ വന്നതാണോ? ഏതായാലും കിട്ടിയ അവസരമാണിത്. 2 പൂശ് കൊടുത്തിട്ട് തന്നെ കാര്യം. നിൽക്കടാ അവിടെ. ആകാശിൻ്റെ ശബ്ദം കേട്ട് ടോണി തിരിഞ്ഞു നോക്കി. ആകാശിനെ കണ്ടപ്പോൾ പ്രേതത്തെ കണ്ടതുപോലെ അവൻ്റെ മുഖം വിളറി വെളുത്തു. അവൻ മുന്നോട്ട് ചെന്നു. നിനക്ക് എന്താണ് ഇവിടെ കാര്യം? അത് ചോദിക്കാൻ നിങ്ങളാരാണ്? ഞാനോ? ചോദിച്ചതും ആകാശ് മുന്നോട്ട് കുതിച്ചു. ടോണിയുടെ മുഖത്ത് പടക്കം പൊട്ടുന്നത് പോലെ അടികിട്ടി. അവൻ ഒരു സെറ്റിയും മറിച്ചിട്ടുകൊണ്ട് മലർന്നു വീണു. എന്താണിത്? നളിനാക്ഷിയും ഓർമ്മയും ഓടിയെത്തി ആകാശിനെ പിടിച്ചു. അവനെ ഒന്നും ചെയ്യരുത്, ഓർമ്മ ഉറക്കെ വിളിച്ചു പറഞ്ഞു. കുമാരൻ തമ്പി അതിരാവിലെ എവിടെയോ പോയിരിക്കുകയാണ്. ആകാശ് സ്ത്രീകളെ കുടഞ്ഞു കളഞ്ഞിട്ട് വീണ്ടും ടോണിയുടെ നേരെ കുതിച്ചു. അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുയർത്തി. നായൻ്റെ മോനെ, എന്നെ കൊല്ലാനാണ് നിൻ്റെ ഉദ്ദേശം അല്ലേ? അല്ല അല്ല, അവൻ കുതറി. പക്ഷേ ആകാശ് പിടിവിട്ടില്ല. നളിനാക്ഷിയും ഓർമ്മയും വീണ്ടും ആകാശിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക്, ടോണിയെ അടിക്കരുത്. അവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ആകാശ്, നളിനാക്ഷി വിളിച്ചു. അവനെ കൊല്ലരുത്, അവൻ എൻ്റെ മോനാണ്. ഇത്തവണ ആകാശ് നടുക്കത്തോടെ തലതിരിച്ചു. ഇവനെ രക്ഷിക്കാൻ വേണ്ടി ആൻറ്റി കള്ളം പറയരുത്. കള്ളമല്ല, സത്യം, അവർ തറപ്പിച്ചു പറഞ്ഞു. നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എന്നെ കൊല്ലുവാൻ വേണ്ടി ഇവനെയും കൂട്ടുകാരെയും നിയോഗിച്ചതാണ് അല്ലേ? എല്ലാം പറയാം, ആകാശ് ഒന്ന് ക്ഷമിക്കേ. അവനെ അവർ നിർബന്ധിച്ച് ഒരിടത്തിരുത്തി. ഞാൻ എല്ലാം പറയാം, നളിനാക്ഷി തുടക്കമിട്ടു. ടോണിയും എൻ്റെ മകനാണ്, ഓർമ്മയുടെ സ്വന്തം കൂടപ്പിറപ്പ്. ആകാശ് വിശ്വസിക്കാൻ കഴിയാതെ ഇരുന്നു. മോന് അറിയാത്തൊരു സത്യമുണ്ട്. ഓർമ്മയുടെയും ടോണിയുടെയും അച്ഛനെ കൊന്നതിൽ കുമാരൻ തമ്പിയും പങ്കുണ്ട്. ആകാശ് ഞെട്ടിപ്പോയി. അപ്പോൾ കുമാരൻ തമ്പി? എൻ്റെ 2ാമത്തെ ഭർത്താവ്, ഇവിടുത്തെ ആദ്യകാല ഡ്രൈവർ. ആകാശ് മിഴിച്ചിരുന്നു. നളിനാക്ഷി തുടർന്നു. ഇവരുടെ അച്ഛൻ്റെ മരണം കൊലപാതകം ആത്മഹത്യയായി മാറി. കുമാരൻ തമ്പിയെ എതിർക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു ഞാൻ. എതിർത്താൽ എൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലുമെന്ന് അയാൾ ഭീഷണി മുഴക്കി. ഇവരുടെ അച്ഛൻ്റെ പേരിലുള്ള ഭാരിച്ച സ്വത്തുക്കളുടെ നിയന്ത്രണം അയാൾ ഏറ്റെടുത്തു. നളിനാക്ഷി കാര്യങ്ങൾ വെളിപ്പെടുത്തി. ടോണി വളരുമ്പോൾ അയാളെ പുറത്താക്കുമെന്ന് ഭയന്നാവണം ഇവരെ നശിപ്പിക്കുവാനും അയാൾ ശ്രമിച്ചു വന്നു. അവസാനം ഇവനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഓർമ്മയുടെ വിവാഹത്തിന് പോലും ഇവൻ വന്നില്ല. ആകാശ് ടോണിയെ നോക്കി. അവൻ തല കുനിച്ചിരിക്കുകയാണ്. കുമാരൻ തമ്പി ഇവിടെ ഇല്ലാത്തപ്പോൾ ഇവൻ ഇവിടെ വന്നെങ്കിലായി. നളിനാക്ഷി വേദനയോടെ കൂട്ടിച്ചേർത്തു. എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടത് മുഴുവനുമാണ് അയാൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഡാഡിക്കും ഈ മനുഷ്യനെ നേരത്തെ അറിഞ്ഞുകൂടായിരുന്നോ? ഇല്ല, ഞങ്ങൾ ഇവിടെ താമസമാക്കിയതിന് ശേഷമാണ് വർമ്മ അദ്ദേഹം തമ്പിയുമായി പരിചയത്തിലാകുന്നത്. ഞാനും കുട്ടികളും അയാളുടെ സ്വന്തമാണെന്നാണ് അദ്ദേഹവും കരുതിയിരുന്നത്. അല്ല എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ഓർമ്മയെ മാനഭംഗപ്പെടുത്തും എന്നായിരുന്നു അയാളുടെ 2ാമത്തെ ഭീഷണി. എന്നിട്ടെന്താ ഓർമ്മയുടെ വിവാഹം നടത്തുവാൻ അയാൾ മുൻകൈയെടുത്തത്? അതാണ് തന്ത്രം. അവളെ കൂടി ഇവിടെ നിന്നും അകറ്റിയിട്ട് വേണം അയാൾക്ക് മറ്റു പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുവരാൻ. കുമാരൻ തമ്പിയെക്കുറിച്ചുണ്ടായിരുന്ന ചിത്രങ്ങൾ മുഴുവൻ മാറിമറിഞ്ഞു. അവൻ ടോണിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് 2 തവണ എന്നെ അടിച്ചത്? തികച്ചും യാദൃശ്ചികം. ഓർമ്മ ചേച്ചിയെ കെട്ടാൻ പോകുന്ന ആളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓർമ്മ 2 തവണ ആരെയാണ് ഗുണ്ടകളെ കൊണ്ട് അടുപ്പിച്ചത്? ആകാശ് അവളുടെ നേരെ തിരിഞ്ഞു. ഈ വിവരം ആകാശ് അറിഞ്ഞെന്ന് മനസ്സിലായപ്പോൾ ഓർമ്മയുടെ മുഖം വിളറി. അപ്പോൾ അവൻ കൂട്ടിച്ചേർത്തു,
അതിൻ്റെ പേരിൽ 5 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നവർ ആരാണ്? അതിന് മറുപടി നൽകിയത് നളിനാക്ഷിയാണ്. ഞാനാണ് ഓർമ്മയെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്. ടോണിയുടെ ചില കൂട്ടുകാരെ കൊണ്ട് ഒരാളെ കൈകാര്യം ചെയ്യിച്ചു. പക്ഷേ ഇപ്പോൾ അവൻ ടോണിയെ ഉപേക്ഷിച്ചു. 5 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ സംഗതി പുറത്തു പറയുമെന്നാണ് ഭീഷണി. അടുപ്പിച്ചത് ആരെയാണെന്ന് പറഞ്ഞില്ല. മറ്റാരെയുമല്ല, കുമാരൻ തമ്പിയെ തന്നെ. നിമിഷങ്ങളോളം സംസാരിക്കാതെ ഇരുന്നു പോയി ആകാശ്. ശങ്കറിന് ഇതിലുള്ള പങ്ക് എന്താണ്? ശങ്കറാണ് അവരുടെ ഏറ്റവും അടുത്ത ആൾ. ഇന്നലെ ഓർമ്മ ഹം സ്റ്റുഡിയോയിൽ പോയത് എന്തിനാണ്? അതും അറിഞ്ഞോ എന്നർത്ഥത്തിൽ അവൾ അവനെയൊന്ന് നോക്കിയിട്ട് തുടർന്നു. അവൾ ഭീഷണി മുഴക്കിയപ്പോൾ രമ്യതയിലാക്കുവാൻ ഒരു ചർച്ച ഞാൻ ആവശ്യപ്പെട്ടു. അതിനായി തിരഞ്ഞെടുത്തത് സ്റ്റുഡിയോ ആണ്. ഞാനും ടോണിയും പോയി. അവരുടെ പ്രതിനിധിയായി ശങ്കർ വന്നു. ഞങ്ങൾ രണ്ടുപേരെയും കൂടി ആരും കാണാതിരിക്കുവാൻ ടോണി നേരത്തെ സ്റ്റുഡിയോയിൽ കാത്തിരുന്നു. പിന്നീട് ആദ്യം അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ചർച്ച വിജയിച്ചോ? ഏതാണ്ട് പകുതി. 2 ലക്ഷം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു പോയിരിക്കുകയാണ് ശങ്കർ. ഓഹോ, ഹോസ്പിറ്റലിൽ കിടക്കുന്നവരാണോ ബാക്കിയുള്ളവർ? ടോണി തലകുലുക്കി. നീ പറഞ്ഞാൽ അവർ കേൾക്കില്ലേ? ഇല്ല, പണത്തിൻ്റെ കാര്യം വന്നപ്പോൾ അവർ ഒറ്റക്കെട്ടായിരിക്കുകയാണ്. എങ്കിൽ ഈ സംഗതികളൊക്കെ ഞാൻ കുമാരൻ തമ്പിയോട് പറയാൻ പോവുകയാണ്. ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കല്ലേ കുഞ്ഞെ? നളിനാക്ഷി കരഞ്ഞുപോയി. അത് കണ്ട് ആകാശ് ചിരിച്ചു. അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കേണ്ടി വരും. അനുസരിക്കാം. ആദ്യം പറഞ്ഞത് ഓർമ്മയാണ്. എങ്കിൽ ദാദാ സംഘത്തിന് 5 പൈസ പോലും കൊടുക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ വന്നാൽ അവർ തമ്പിയോട് വിവരം പറയും. പറയട്ടെ, അപ്പോൾ എന്തു വേണമെന്ന് ഞാൻ ചിന്തിക്കാം. മൂവരും സമ്മതിച്ചു. ഇനി ടോണി അവന്മാരുടെ കൂടെ പോകരുത്. നിന്നെ അവർ ചതിക്കാൻ ശ്രമിച്ചേക്കും. അവൻ തലയാട്ടി. ഒരു വാഹനത്തിൻ്റെ ശബ്ദം. അയാൾ വരുന്നെന്ന് തോന്നുന്നു. ടോണി വേഗം ഒളിച്ചോളൂ. വേണ്ട, ടോണി എൻ്റെ സുഹൃത്താണ്. എന്നെ കാണാൻ വന്നതാണ്. അവർ കുഴങ്ങി. ടയോട്ട പോർച്ചിൽ വന്നു നിന്നു. ഓർമ്മയും നളിനാക്ഷിയും അകത്തേക്ക് വലിഞ്ഞു. നീ അയാളെ മൈൻഡ് ചെയ്യുക പോലും വേണ്ട. ബാക്കിയൊക്കെ ഞാൻ കൈകാര്യം ചെയ്യാം. കുമാരൻ തമ്പി കയറി വന്നു. അങ്കിൾ രാവിലെ എവിടെ പോയി? ആകാശ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എസ്റ്റേറ്റിൽ. പറഞ്ഞു കഴിഞ്ഞ് അയാൾ ടോണിയെ നോക്കി. നിങ്ങൾ തമ്മിൽ പരിചയം കാണില്ലല്ലോ. അങ്കിൾ, ഇത് ടോണി, എൻ്റെ സുഹൃത്താണ്. ഓഹോ. കുമാരൻ തമ്പിയും മുഖത്തെ ഭാവങ്ങൾ മാറ്റിയെടുത്തു. ഇവിടെ ഇപ്പോൾ? വെറുതെ എന്നെ കാണാൻ വന്നതാ. അകത്തേക്ക് നടക്കുന്നതിനിടയിൽ തമ്പി ആകാശ് കാണാതെ അവനെ നോക്കി പല്ലു കടിച്ചു. അയാൾ പോയി കഴിഞ്ഞപ്പോൾ ടോണി എണീറ്റു. ഞാൻ പോകുക. എന്തു ചെയ്യാൻ മടിക്കാത്തവനാണ് ഇയാൾ. ഞാനിവിടെ വന്നതിൻ്റെ പേരിൽ മമ്മിക്കാവും ശിക്ഷ. ഒന്നുമില്ലടാ, നീ ധൈര്യമായിട്ട് പൊക്കോ. ടോണി ബൈക്കിൽ തിരിച്ചുപോയി. അതിനു മുമ്പ് തങ്ങളാണ് തലേന്ന് സ്റ്റുഡിയോയിൽ ചെന്നതെന്ന കാര്യം ആകാശ് അവനോട് പറഞ്ഞു. ക്രൈംബ്രാഞ്ചുകാരാണ് എത്തിയതെന്ന് ശങ്കർ പറഞ്ഞപ്പോൾ ആ വിവരം ഓർമ്മയെയും അമ്മിയെയും അറിയിക്കാനായിരുന്നു അവൻ രാവിലെ വന്നത്. തൽക്കാലം ഈ രഹസ്യം അവൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ആകാശ് അവനെ യാത്രയാക്കിയത്. ആകാശ് തിരികെ മുറിയിലേക്ക് പോകാൻ ഭാവിച്ചപ്പോൾ മുന്നിൽ കുമാരൻ തമ്പി. തൻ്റെ കളി ഞാൻ നിർത്താൻ പോവുകയാണ്, ആകാശ് ആത്മകഥം ചെയ്തു. നീ നേരെ പോകുന്ന മട്ടിലല്ലോടെ കൊച്ചനെ. എൻ്റെ കൈക്ക് ജോലിയാക്കും. തമ്പിയും ഓർത്തു. പക്ഷേ രണ്ടുപേരും പരസ്പരം ചിരിച്ചു. രണ്ടുപേരും മുന്നോട്ട് നടന്നുപോയി.